ബേപ്പൂർ ടി.കെ. മുരളീധരപ്പണിക്കരുടെ 3 നോവലുകളുടെ പ്രകാശനവും റെറ്റിന പബ്ലിക്കേഷൻസ് ഉദ്ഘാടനവും കോഴിക്കോട്ട് നടന്നു. 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും റെറ്റിനയുടെ ഉദ്ഘാടനവും മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള നിർവഹിച്ചു. കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയ സംഭവകഥയിൽ നിന്നും പൊള്ളുന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്ന ചുരുളഴിയാതെ, പരാജയങ്ങളോട് എങ്ങനെ സമീപിക്കാമെന്ന് തിരിച്ചറിവ് നൽകുന്ന ജീവൻ, ശുദ്ധപ്രണയത്തിന്റെ ഇഴയടുപ്പം ആഴത്തിൽ പതിയുന്ന ഉറങ്ങാത്ത കണ്ണുകൾ എന്നീ നോവലുകളാണ് വേദിയിൽ പ്രകാശനം ചെയ്തത്. ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ റെറ്റിന പബ്ലിക്കേഷനും പിറന്നു. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ചുരുളഴിയാതെ, ജീവൻ എന്നിവ ചലച്ചിത്ര തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പബ്ലിക്കേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. റെറ്റിന പബ്ലിക്കേഷൻ തന്നെ ഗാനിയ മെഹർ മുൻകൈയെടുത്ത് ഉള്ളതാണെന്നാണ് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് മുരളീധരപ്പണിക്കരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതിൻ്റെ തുടക്കം സർവശക്തനായ ദൈവം എല്ലാവിധ നന്മയും അവർക്ക് പ്രദാനം ചെയ്യട്ടെ, നല്ലൊരു പ്രസാദക സംരംഭമായി അത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിൻ്റെ തുടക്കം കുറിച്ചതായി നിങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യുകയാണ്. ഉറങ്ങാത്ത കണ്ണുകൾ എന്ന പുസ്തകം സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ കാവിൽ പി. മാധവൻ, ജീവൻ TV വാർത്താ അവതാരക സ്വീറ്റി ബർണാഡിന് നൽകി പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ ശ്രീധരനുണ്ണി അധ്യക്ഷനായി. ലത്തീഫ് പറമ്പിൽ പുസ്തകം പരിചയപ്പെടുത്തി. ബേപ്പൂർ ടി.കെ. മുരളീധരപ്പണിക്കർ, റെറ്റിന പബ്ലിക്കേഷൻ CEO ഗാനിയ മെഹർ മന്നിയിൽ, ഡോക്ടർ M.P. പത്മനാഭൻ, അനീസ് ബഷീർ, ലിസ സുജിതൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.